നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആർട്ട് ആൻഡ് കൾച്ചറിൻ്റെ ഭാഗത്തു നിന്നുള്ള കുറച്ച് മുൻവർഷ ചോദ്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. 4 ഭാഗങ്ങളിലായി 4000-ഓളം പേജുകളുള്ള മലയാള നോവൽ ഏതാണ്? എന്താണ്? 4 ഭാഗങ്ങളിലായിട്ട് 4000-ഓളം. 4000-ഓളം എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 3958 എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനിവിടെ പ്രസക്തിയില്ല. 4 ഭാഗങ്ങളിലായിട്ട് ഏകദേശം എന്നുള്ള രീതിയിൽ 4000-ഓളം പേജുകളുള്ള മലയാള നോവൽ ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? അവകാശികളാണ് ആ നോവൽ. അവകാശികൾ എഴുതിയത് ആരാന്നറിയാമോ? വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന MK മേനോനാണ്. വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന MK മേനോനാണ് 4 ഭാഗങ്ങളിലായിട്ട് 4000-ഓളം പേജുകളുള്ള മലയാള നോവലായ അവകാശികൾ എഴുതിയത്. വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന MK മേനോനാണ്. ഇവിടെ നമ്മൾ 3 കാര്യങ്ങളാണ് ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് പഠിച്ചത്. അതൊന്ന് ഓർത്തു വെക്കുക. അപ്പം നമുക്കിവിടെ നോക്കാം. 4 കെട്ടും ഏണിപ്പടികളും അശ്വമേധവും ഒക്കെ എഴുതിയത് ആരാണെന്നും കൂടി ഒന്ന് നോക്കിയാലോ. ഇവിടെ 4 കെട്ട് നമുക്കറിയാം, MD വാസുദേവൻ നായരാണ് 4 കെട്ട് എഴുതിയത്. ഏണിപ്പടികൾ തകഴി ശിവശങ്കരപിള്ളയുടേതാണ്. അപ്പോൾ 4 കെട്ട് MD വാസുദേവൻ നായരുടെയാണ്, ഏണിപ്പടികൾ തകഴി ശിവശങ്കരപിള്ളയുടെയാണ്, അവകാശികൾ MK മേനോൻ വിലാസിനി എന്ന തൂലികാനാമത്തിൽ എഴുതിയ MK മേനോൻ്റെതാണ്. അശ്വമേധം എന്ന നോവൽ എഴുതിയത് NT ബാലചന്ദ്രനാണ്. അതുപോലെ തന്നെ തോപ്പിൽ ഭാസിയും ഒരു രാഷ്ട്രീയ നോവൽ, അശ്വമേധം എന്ന പേരിലൊരു രാഷ്ട്രീയ നോവൽ എഴുതിയിട്ടുണ്ടായിരുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത ചോദ്യം, ഭാർഗവീ നിലയം എന്ന സിനിമയുടെ തിരക്കഥയ്ക്ക് ആധാരമായ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ചെറുകഥ ഏതാണ്? എന്താണ്? ഭാർഗവീ നിലയം എന്ന സിനിമയുടെ തിരക്കഥയ്ക്ക് ആധാരമായിട്ടുള്ള വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ചെറുകഥ ഏതാണ്? നീല വെളിച്ചമാണല്ലേ. ഇവിടെ കുറച്ച് കാര്യം പഠിക്കേണ്ടതായിട്ടുള്ളത്, ഭാർഗവീ നിലയം എന്ന സിനിമയുടെ തിരക്കഥയ്ക്ക് ആധാരമായിട്ടുള്ളത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ചെറുകഥയാണ്. അത് നീലവെളിച്ചം എന്ന ചെറുകഥയാണ്. ഭാർഗവീ നിലയം എന്ന സിനിമയുടെ തിരക്കഥയ്ക്ക് ആധാരമായിട്ടുള്ള വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ചെറുകഥ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ പറയുന്നവയിൽ KPSCയുടെ ആദ്യ നാടകം ഏതാണ്? KPSCയുടെ ആദ്യ നാടകമാണ് എൻ്റെ മകനാണ് ശശി എന്നതാണ് KPSCയുടെ ആദ്യത്തെ നാടകം. അപ്പോൾ എന്താണ് KPSCയുടെ ആദ്യ നാടകം? ഏതാണ്? എൻ്റെ മകനാണ് ശശി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. പ്രാവേ പ്രാവേ പോകരുതേ, കാക്കേ കാക്കേ കൂടെവിടെ എന്നീ കവിതകൾ രചിച്ചത് ആരാണ്? ഉള്ളൂർ എസ് പരമേശ്വരയ്യറാണ് ഈ പ്രാവേ പ്രാവേ പോകരുതേയും കാക്കേ കാക്കേ കൂടെവിടെയൊക്കെ രചിച്ചത്. ഉള്ളൂരിൻ്റെ ഉമാകേരളം നമ്മൾ കേട്ടിട്ടില്ലേ? ഉള്ളൂരിൻ്റെ രചനകളുടെയൊക്കെ ഒരു പൊതുശൈലിയിൽ നിന്നും വ്യത്യാസമായിട്ടാണ് ഈ പ്രാവേ പ്രാവേ പോകരുതേ അല്ലെങ്കിൽ കാക്കേ കാക്കേ കൂടെവിടെ തുടങ്ങിയ കവിതകളൊക്കെ. നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല, ഇത് ഉള്ളൂർ തന്നെ എഴുതിയതാണോ എന്ന് തോന്നും അല്ലേ? അപ്പോൾ ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ കവിതകളാണ് പ്രാവേ പ്രാവേ പോകരുതേ, കാക്കേ കാക്കേ കൂടെവിടെ തുടങ്ങിയ കവിതകളൊക്കെ ഉള്ളൂരിൻ്റെതാണ്. അള്ളാപ്പീച്ച മൊല്ലാക്ക എന്ന കഥാപാത്രം ആരുടെ സൃഷ്ടിയാണ്? അള്ളാപ്പീച്ച മൊല്ലാക്ക എന്ന കഥാപാത്രം ആരുടേതാണ്? ഓപ്ഷൻ സി, OV വിജയൻ്റെ കഥാപാത്രമാണല്ലേ അള്ളാപ്പീച്ച മൊല്ലാക്ക എന്നുള്ളത്. OV വിജയൻ്റെ കഥാപാത്രം. OV വിജയൻ എഴുതിയ 1969 പ്രസിദ്ധീകരിച്ച ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവലിൽ അല്ലേ, മലയാള നോവൽ സാഹിത്യ ചരിത്രത്തിലെ തന്നെ ഒരു വഴിത്തിരിവാണ് ഖസാക്കിൻ്റെ ഇതിഹാസം. രവി എന്ന കഥാപാത്രത്തിൻ്റെ ജീവിതത്തിലൂടെ ഖസാക്ക് എന്ന ഗ്രാമത്തിൻ്റെ കഥയാണ് നോവൽ പറയുന്നത്. അള്ളാപ്പീച്ച മൊല്ലാക്ക, മൈമുന, അപ്പുക്കിളി തുടങ്ങിയ കഥാപാത്രങ്ങളൊക്കെ എവിടെയുണ്ട്? OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസത്തിലുണ്ട്. അപ്പോൾ അള്ളാപ്പീച്ച മൊല്ലാക്ക എന്ന കഥാപാത്രം ആരുടെ സൃഷ്ടിയാണ്? അത് OV വിജയൻ്റെ സൃഷ്ടിയാണ്. 2 പ്രമുഖ എഴുത്തുകാർ ചേർന്നെഴുതിയ മലയാളത്തിലെ ആദ്യ നോവൽ. 2 പ്രമുഖരായിട്ടുള്ള ഒന്നിലധികം എഴുത്തുകാർ ചേർന്നെഴുതുന്ന നോവലുകളൊക്കെ മലയാളത്തിലുണ്ട്. എന്നാൽ ഇവിടുത്തെ ചോദ്യം 2 പ്രമുഖരായ എഴുത്തുകാർ ചേർന്നെഴുതിയ മലയാളത്തിലെ ആദ്യ നോവൽ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? അറബിപ്പൊന്നാണ് 2 പ്രമുഖ എഴുത്തുകാർ ചേർന്നെഴുതിയ മലയാളത്തിലെ ആദ്യ നോവൽ. ഏതാണ്? അറബിപ്പൊന്ന് എഴുതിയത് ആരൊക്കെയാണ്? അറബിപ്പൊന്ന് എഴുതിയത്
NP മുഹമ്മദും ഒപ്പം ആരാണ് MD വാസുദേവൻ നായരുമാണ്. ഇവർ രണ്ടും കൂടി ചേർന്നാണ്, NP മുഹമ്മദും MDയും കൂടി ചേർന്ന് എഴുതിയതാണ് അറബിപ്പൊന്ന് എന്ന് പറയുന്ന നോവൽ. ഇതിൻ്റെ പ്രത്യേകത 2 പ്രമുഖ എഴുത്തുകാർ ചേർന്ന് എഴുതിയ മലയാളത്തിലെ ആദ്യത്തെ നോവലാണ്. ചുവടെ പറയുന്നവയിൽ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണം അല്ലാത്തതേത് എന്നാണ് ചോദ്യം. എന്താണ് ചോദ്യം? ചുവടെ പറയുന്നവയിൽ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണം അല്ലാത്തത് ഏതാണ്? ഇവിടെ സാഹിത്യ ചക്രവാളം, സാഹിത്യ ലോകം, മലയാളം ലിറ്റററി സർവേ ഇതെല്ലാം കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണങ്ങളാണ്. ഗ്രന്ഥലോകം മാത്രമാണ് കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണം അല്ലാത്തത്. ഗ്രന്ഥലോകം കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ പ്രസിദ്ധീകരണമാണ് ഗ്രന്ഥലോകം. ബാക്കി ഇത് മൂന്നുമാണ് എന്തിൻ്റെ? കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണങ്ങൾ. സാഹിത്യ ചക്രവാളം, സാഹിത്യ ലോകം, മലയാളം ലിറ്റററി സർവേ ഇതെല്ലാം കേരള സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരണങ്ങളാണ്. ഗ്രന്ഥലോകം എന്തിൻ്റെയാണ്? കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ പ്രസിദ്ധീകരണമാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു? കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു കേട്ടോ. ചോദ്യം എന്താണ്? കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യ അധ്യക്ഷൻ. CN ശ്രീകണ്ഠൻ നായരുടെ നാടകത്രയങ്ങൾ ഏതൊക്കെയാണ്? CN ശ്രീകണ്ഠൻ നായരുടെ നാടകത്രയങ്ങളാണ് സാകേതം, ലങ്കാലക്ഷ്മി, കാഞ്ചനസീത. ഏതൊക്കെയാണ്? സാകേതം, ലങ്കാലക്ഷ്മി, കാഞ്ചനസീത. ഇത് മൂന്നുമാണ് CN ശ്രീകണ്ഠൻ നായരുടെ നാടകത്രയങ്ങൾ. ഇവിടെ പൊതുവെ നമ്മളോട് CN ശ്രീകണ്ഠൻ നായരുടെ നാടകത്രയത്തിൽ പെടാത്തതേത് എന്നാണ് ചോദിക്കാറ്. എന്നിട്ട് സാകേതം, ലങ്കാലക്ഷ്മി, കാഞ്ചനസീത, ലങ്കാദഹനം ഇങ്ങനെ 4 ഓപ്ഷൻസ് തരും. അതിൽ ലങ്കാദഹനം എന്ന് പറയുന്നത് തിരുനെല്ലൂർ കരുണാകരൻ്റെ നാടകമാണ് ലങ്കാദഹനം. CN ശ്രീകണ്ഠൻ നായരുടെ നാടകത്രയത്തിൽ പെടുന്നത് സാകേതം, ലങ്കാലക്ഷ്മി, കാഞ്ചനസീത മുതലായവയാണ്. നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെ ആദ്യത്തെ ചെയർമാനായിരുന്ന മലയാളി ആരാണ്? എന്താണ്? നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെ ആദ്യത്തെ ചെയർമാനായിരുന്ന മലയാളി ആരാണ്? ജോൺ മത്തായി ആണ് നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെ ആദ്യത്തെ ചെയർമാനായിരുന്ന മലയാളി. ആരാണ്? ജോൺ മത്തായി. അപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെ ആദ്യത്തെ ചെയർമാനായിട്ടുള്ള മലയാളി ജോൺ മത്തായി ആണ്. CN ശ്രീകണ്ഠൻ നായരുടെ നാടകത്രയങ്ങളാണ് സാകേതം, ലങ്കാലക്ഷ്മി, കാഞ്ചനസീത. ഏതൊക്കെയാണ്? സാകേതം, ലങ്കാലക്ഷ്മി, കാഞ്ചനസീത. അടുത്ത ചോദ്യം, മലയാള സാഹിത്യ നിരൂപണത്തിൻ്റെ പിതാവ് ആരാണ്? CP അച്യുതമേനോനാണ് മലയാള സാഹിത്യ നിരൂപണത്തിൻ്റെ പിതാവ്. ആരാണ്? CP അച്യുതമേനോനാണ് മലയാള സാഹിത്യ നിരൂപണത്തിൻ്റെ പിതാവ്. ഇന്ത്യൻ ഷേക്സ്പിയർ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ ഷേക്സ്പിയർ എന്നറിയപ്പെടുന്നത് കാളിദാസനാണ്. മരുഭൂമിക്ക് നടുവിലെ രംഭാഗഡ് കോട്ട പശ്ചാത്തലമാക്കിയിട്ടുള്ള മലയാള നോവൽ ഏതാണ്? അത് മരുഭൂമികൾ ഉണ്ടാകുന്നത് എന്ന നോവലാണ് കേട്ടോ. മരുഭൂമിക്ക് നടുവിലെ രംഭാഗഡ് കോട്ട പശ്ചാത്തലമാക്കിയിട്ടുള്ള മലയാള നോവലാണ് മരുഭൂമികൾ ഉണ്ടാകുന്നത്. കുഞ്ചൻ നമ്പ്യാരുടെ കല്യാണ സൗഗന്ധികം തുള്ളലിലെ ഇതിവൃത്തം ആരെല്ലാം തമ്മിലുള്ള സംഭാഷണമാണ്? കുഞ്ചൻ നമ്പ്യാരുടെ കല്യാണ സൗഗന്ധികം തുള്ളലിൻ്റെ ഇതിവൃത്തം ആരൊക്കെ തമ്മിലുള്ളതാണ്? ഭീമനും ഹനുമാനും തമ്മിലുള്ള സംഭാഷണമാണ്. ഭീമനും ഹനുമാനും. അപ്പോൾ മലയാള സാഹിത്യ നിരൂപണത്തിൻ്റെ പിതാവ് CP അച്യുതമേനോനാണ്. ഇന്ത്യൻ ഷേക്സ്പിയർ എന്നറിയപ്പെടുന്നത് ആരാണ്? കാളിദാസനാണ്. മരുഭൂമിക്ക് നടുവിലെ രംഭാഗഡ് കോട്ട പശ്ചാത്തലമാക്കിയിട്ടുള്ള മലയാള നോവലാണ് മരുഭൂമികൾ ഉണ്ടാകുന്നത്. എന്താണ്? മരുഭൂമികൾ ഉണ്ടാകുന്നത്. കുഞ്ചൻ നമ്പ്യാരുടെ കല്യാണ സൗഗന്ധികം തുള്ളലിലെ ഇതിവൃത്തം ആരെല്ലാം തമ്മിലുള്ള സംഭാഷണമാണ്? ഭീമനും ഹനുമാനും. ഈ ചോദ്യത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ, ഇത് SCERT പാഠഭാഗത്ത് കല്യാണ സൗഗന്ധികം നമുക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം അത്രയേറെ പ്രസക്തവുമാണ് എന്നൊന്ന് ഓർത്തു വെക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും എന്താണ്? SCERT ബേസ്ഡ് ആണ്, അത്രയേറെ പ്രാധാന്യമുള്ളതുമാണ്.